നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളുടെയും ഇപ്പോഴത്തെ ഒരു സാഹചര്യമായിട്ട് കാണുന്നത് പലരും കടുത്ത മാനസിക വിഷമത്തിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഒരുപക്ഷെ നിങ്ങൾ വളരെയധികം വിശ്വസിച്ചവരിൽ നിന്നും എന്തെങ്കിലും ഒരു വഞ്ചന നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ പ്രണയബന്ധത്തിലോ നിങ്ങളുടെ സൗഹൃദത്തിലോ ഒക്കെ ഒരു വേർപിരിയൽ പലർക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങളിൽ വലിയൊരു ഒറ്റപ്പെടൽ, മാനസിക വിഷമമൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവാം. അതുമൂലം ആരോടും സംസാരിക്കാനായിട്ട് താല്പര്യമില്ലാതെ നിങ്ങൾ നിരാശയിലേക്ക് പോയിട്ടുണ്ടാവാം. അതുപോലെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലുമൊക്കെ തിരിച്ചടികൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങളുടെ പഠനത്തിലോ ജോലിയിലോ ബിസിനസ്സിലോ ഒക്കെ ഒരു പരാജയം ഉണ്ടായിട്ടുണ്ടാവാം. അത് നിങ്ങളെ മാനസികമായിട്ട് വളരെയധികം തളർത്തുന്നുണ്ടായിരിക്കാം. കൂടാതെ നിങ്ങൾ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നടക്കാതെ വന്നതിലുള്ള ഒരു മാനസിക വിഷമവും നിരാശയുമൊക്കെ ആയിരിക്കാം നിങ്ങളിൽ ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ ചില സംഭവങ്ങൾ മൂലം നിങ്ങളുടെ ഹൃദയത്തിന് മുറിവേറ്റതുപോലുള്ള ഒരു വേദനയാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് കാണുന്നത്. ഇവിടെ ഈ ഒരു സമയം നിങ്ങളിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വന്നു ചേർന്ന ആ ഒരു വേദനയെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുന്നതോടൊപ്പം തന്നെ ഒരുപക്ഷെ നിങ്ങളെ സ്വയം കുറ്റപ്പെടുത്തുന്നും ഉണ്ടായിരിക്കാം. ഇവിടെ മനസ്സിന് ഒട്ടും ശാന്തതയില്ലാത്ത ഒരു മാനസികാവസ്ഥയിലൂടെയാണ് നിങ്ങളിൽ പലരും തുടരുന്നത്. ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കാനോ നിങ്ങളുടെ സങ്കടങ്ങൾ പങ്കുവെക്കാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി നിങ്ങളിലിപ്പോൾ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നുണ്ടാവാം. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു വേദനയിൽ നിന്നും പുറത്ത് കടക്കണമെന്നും മുന്നോട്ട് പോകണമെന്നുമൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരിക്കാം. പക്ഷേ അത്തരം വേദനിപ്പിക്കുന്ന ഓർമ്മകൾ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് സംഭവിച്ച ആ ഒരു മാറ്റത്തെ ഒരു ഭയത്തോടെയാണ് പലരും നോക്കി കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്നും കിട്ടുന്ന ഒരു സന്ദേശമായിട്ട് കാണുന്നത്, നിങ്ങൾക്ക് വന്നു ചേർന്ന ഈ ഒരു വേദനയെ ഉൾക്കൊണ്ട് ഇതിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾ ധൈര്യം കാണിച്ചെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ഒരു തുടക്കം ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് വന്നു ചേർന്ന ആ ഒരു വേദനയെ നിങ്ങൾ ഉൾക്കൊള്ളുക. നിങ്ങൾക്ക് കരയാൻ തോന്നുമ്പോൾ കരയുക. കരയുന്നത് ഒരിക്കലും നിങ്ങളുടെ ബലഹീനതയല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിലെ ഭാരം കുറയ്ക്കാനായിട്ട് അത് സഹായിക്കുന്നതാണ്. ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഈ ഒരു മാനസികാവസ്ഥയെ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സാധിക്കും എന്നാണ്. ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ നിങ്ങൾ അതിജീവിച്ചാൽ കൂടുതൽ ശക്തമായിട്ട് നിങ്ങൾ മുന്നോട്ട് വരും എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത്. ഇവിടെ ഈ ഒരു വേദന നിറഞ്ഞ മാനസികാവസ്ഥയെ മറികടക്കാനുള്ള ശക്തിയും ധൈര്യവും ആത്മവിശ്വാസവുമൊക്കെ എത്തിച്ചു നൽകി പ്രപഞ്ചം നിങ്ങൾക്ക് സഹായമായിട്ട് നിൽക്കുന്ന, പ്രപഞ്ചശക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു സമയമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് അതിവേഗത്തിൽ ചില സന്തോഷങ്ങൾ, ശുഭ കാര്യങ്ങളൊക്കെ കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ കുടുംബത്തിൽ വളരെ കാലമായിട്ട് നിലനിന്നിരുന്ന എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറി പഴയതുപോലെ നിങ്ങൾക്കിടയിൽ പരസ്പര സ്നേഹവും സഹകരണവും വിശ്വാസവുമൊക്കെ വീണ്ടും വർദ്ധിക്കുന്നതാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാവുന്നതാണ്. കൂടാതെ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങളെ അലട്ടുന്ന മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നുമൊക്കെ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നുണ്ട്. അതിലൂടെ നിങ്ങളുടെ മനസ്സിന് ശാന്തതയും സമാധാനവും
ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റീവ് എനർജിയുമൊക്കെ അനുഭവപ്പെടുന്നതാണ്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന വലിയ ഒരു സ്വപ്നമോ ആഗ്രഹമോ ഒക്കെ ഈ ഒരു സമയം യാഥാർത്ഥ്യമാവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടുന്ന പല കാര്യങ്ങളും ഇനി തടസ്സങ്ങളൊക്കെ മാറി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഫലവും ഈ ഒരു സമയം നിങ്ങളെ തേടി വരുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന, പ്രപഞ്ചത്തിൻ്റെ സഹായവും അനുഗ്രഹവും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഘട്ടമാണ് നിങ്ങൾക്ക് ഇപ്പോഴുള്ളത്. അതുപോലെ ഇവിടെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു പരിഹാരം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം പലരിൽ നിന്നും കിട്ടുന്നതാണ്. കൂടാതെ ഈ ഒരു സമയം മറ്റുള്ളവരെ സഹായിക്കാനുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് മനസ്സിനൊരു സന്തോഷവും സംതൃപ്തിയുമൊക്കെ അനുഭവപ്പെടുന്നതാണ്. കൂടാതെ ഇവിടെ ഈ ഒരു സമയം മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് സാമ്പത്തിക സഹായം മാത്രമല്ല, പല കാര്യങ്ങളിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഉപദേശവും മാർഗനിർദ്ദേശവുമൊക്കെ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഏത് മേഖലയിലായാലും അവിടെ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചാൽ ഫലം കൂടുതൽ നന്നായിരിക്കുമെന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. അതായത് ജോലിയിലായാലും പഠനത്തിലായാലും അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങുന്ന കാര്യങ്ങളിലായാലുമൊക്കെ അവിടെ നിങ്ങളുടെ കഴിവിനോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ അനുഭവങ്ങളും അറിവും കഴിവുകളുമൊക്കെ ചേർന്നാൽ അത് വിജയത്തിൻ്റെ വഴിയിലേക്ക് നിങ്ങളെ നയിക്കും എന്നുള്ളതാണ്. ഇവിടെ മറ്റുള്ളവരിൽ നിന്നുള്ള ഉപദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങളൊക്കെ യാതൊരു മടിയും കൂടാതെ നിങ്ങൾ സ്വീകരിക്കുക എന്ന് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. ഒരുപക്ഷെ അത് നിങ്ങളെ വലിയ മാറ്റത്തിലേക്ക് തന്നെ നയിച്ചേക്കാം എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ നിങ്ങൾക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത്. കൂടാതെ ഇവിടെ നിങ്ങളിലെ കഴിവുകൾ വളരെ ശക്തമാണ്. അതിനാൽ തന്നെ നിങ്ങളെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന ചിന്ത നിങ്ങളിലുണ്ടെങ്കിൽ അത് ഒഴിവാക്കി നിങ്ങളുടെ കഴിവിൽ വിശ്വാസമർപ്പിച്ച് ആ ഒരു കഴിവിനെ പ്രയോജനപ്പെടുത്താനുള്ള ശരിയായ ഒരു സമയമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്നും പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.